ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്വർണം പൂശിയ പാളികൾ SIT പരിശോധിക്കും. ഇതിന് അനുമതി തേടി പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിക്ക് കത്ത് കൊടുത്തു. സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായും മാറ്റിയോ എന്ന് SIT പരിശോധിക്കും. അരുൺരാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. പറയൂ അരുൺരാജ്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ നിർണായക നീക്കമാണ് ഇപ്പോൾ SIT നടത്തുന്നത്. ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിയാനുള്ള നീക്കത്തിലേക്ക് SIT കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രിക്ക് SIT ടീം ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ്. ആചാരപ്രകാരം ഇത് ഭഗവാന്റെ അനുമതിയോടെ ചോദിച്ച ശേഷം ഇക്കാര്യത്തിൽ അനുമതി നൽകാം എന്ന് തന്ത്രി അറിയിച്ചിട്ടുണ്ട്. നട തുറന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ തീരുമാനം തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതിന്റെ ചില ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കണം എന്നുള്ളതാണ് തന്ത്രി നൽകിയിരിക്കുന്ന മറുപടി. സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ടോ എന്നതിലായിരിക്കും കൂടുതൽ പരിശോധന ഉണ്ടാകുക. എത്രത്തോളം ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നീ കാര്യങ്ങളിൽ കൂടി SITക്ക് വ്യക്തത വരുത്തണം. എങ്കിൽ മാത്രമേ എത്രത്തോളം അളവിലാണ് ശബരിമലയിൽ സ്വർണ്ണമോഷണം നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ SITക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം ശബരിമലയിൽ സ്വർണം മോഷണം പോയി എന്ന കാര്യം നേരത്തെ തന്നെ അറിയാവുന്നതാണ്. പക്ഷേ അത് എത്ര തോതിൽ എത്രത്തോളം അളവിൽ പോയി എന്ന സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം SITക്ക് നിലവിലില്ല. അതുകൊണ്ടാണ് ഇതിൽ ഈ പാളികൾ എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ ഒരു പരിശോധനയിലേക്ക് SIT കടക്കുന്നത്. അത് ഇപ്പോൾ ശബരിമലയിലെ ശ്രീകോവിലും അതുപോലെ തന്നെ ഈ ദ്വാരപാലകളിലും പതിപ്പിച്ചിരിക്കുന്ന ആയതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ കൂടി അനുവാദം വാങ്ങിയ ശേഷമേ ഇത് പൂർണ്ണമായും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയൂ. അതിൽ ആചാരപ്രകാരം ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് തന്ത്രിയെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം സമീപിച്ചത്. തന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആചാരപ്രകാരം ഭഗവാന്റെ അനുമതി വേണം എന്നതാണ് തന്ത്രി നൽകിയിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട ചില പൂജകളും ചില ചടങ്ങുകളും നടത്താനുണ്ട്. ആ ചടങ്ങുകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്ക് കടക്കാം. ഈ പരിശോധന നട തുറന്നതിന് ശേഷം വേണമെന്നും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്തണമെന്നും തന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പരിശോധനയ്ക്ക് തന്ത്രി തടസ്സപ്പെടുന്നില്ല. പരിശോധന നടത്താൻ ഉള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. സ്വാഭാവികമായും കേസ് ഈ കോടതിയിലേക്ക് അടക്കം എത്തുമ്പോൾ എത്ര തോതിലാണ് ശബരിമലയിൽ ഈ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് SITക്ക് കൃത്യമായ വിവരം ഇതിലൂടെ ബോധ്യപ്പെടുത്താൻ കഴിയും. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.